നല്ല ചൂടാടാ. ഇവിടെ താമസമുണ്ട് ആകെ 7 ഫാമിലി മാത്രം. അമേരിക്കാരുണ്ടോ? മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു 7 ഫാമിലി ഉണ്ട്. ഓക്കെ മീൻകറിയാ? പൊരിക്കാൻ വറ്റ ഉപ്പ് പിടിച്ച ഫ്രഷ് ആണ്. അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലം. ഇവിടെ നമ്മളെ ഉച്ചഭക്ഷണം. ഈ ദ്വീപിൽ ആകെ ഒരു 7 ഫാമിലി മാത്രമേ ഉള്ളൂ. കറി മീൻകറി അല്ലേ? ഇത് ക്യാബേജ് വറവ്. നാടൻ അച്ചാറാണോ? അച്ചാറുണ്ടാവോ? അച്ചാറും കൂടി അടിപൊളി. അഭിനയിച്ചാ ഉപ്പാന്റെ പേരെന്താ? അബൂബക്കർ സിദ്ദീഖ്. ഹലുവ അല്ലേ? ദീപമുണ്ട. ഇതാണല്ലോ ആ സാധനം. ഇത് ഊട്ടി ഉണ്ടാക്കും. ഇനി ആയില്ല, പാകമായില്ല. കുറേ ഒരു 9 മണിക്കൂറൊക്കെ എടുക്കും അടുപ്പില്. സ്ലോ കുക്ക് അല്ലേ? നിങ്ങൾ എത്ര കാലം ഇവിടെ? നിങ്ങൾ ഇവിടെ ഈ ദ്വീപില്? അഗത്തി അല്ലേ? 6 മാസം ഇവിടെ ഉണ്ടാവും. 6 മാസം ഉണ്ടാവും. മൺസൂൺ ആയാലും തിരിച്ചു പോകും. അപ്പൊ ഇവിടെ വെള്ളം കയറുമോ? വെള്ളമൊന്നും കയറില്ല. പക്ഷെ ആവശ്യ സാധനങ്ങൾ കിട്ടൂല അല്ലേ? സാധനത്തിന് ബോട്ട് വരില്ല. അതെ കടൽ ശോഭിച്ചാലേ അതെ ബോട്ട് വരില്ല. നമ്മുടെ ഭക്ഷണ സാധനമൊക്കെ അവിടെ നിന്ന് വരുന്നതല്ലേ. അത് കിട്ടാണ്ട് ഇവിടെ ജീവിക്കുന്നത്. വന്നോ? കഴിച്ചാ? അന്നല്ല ഈ ദ്വീപിൽ അങ്ങനെ ആള് വന്നത്. ദ്വീപിലെ കഥ, ചരിത്രം. ദ്വീപിലെ ചരിത്രം അറിയണം. അത് കുറെ പറയണം. കുറച്ച് മതി. എന്താണ്, എങ്ങനെയാണ് താമസം? നിങ്ങള് ഏത് നാട്ടുകാരാ? നമ്മള് കണ്ണൂറാ? അറക്കൽ ബീവി. കണ്ണൂർ ലക്ഷദ്വീപും ഒരു ബന്ധമുണ്ട്. അറക്കൽ ബീവിന്റെ അല്ലേ? അറക്കൽ ബീവിയാണ് ബ്രിട്ടീഷുകാർക്ക് മുമ്പേ ഈ ലക്ഷദ്വീപ് മുഴുവൻ ഭരണം നടത്തിയത്.
ഭരണം ഇവരുടെ കയ്യിലായിരുന്നു. അന്ന് അവിടുന്ന് റൂൾ ചെയ്യും. അത് കണ്ണൂർ ബീവിയാണ് ഇവിടെ ഭരിച്ചത്. അതെ അതെ. അന്ന് ടിപ്പുവിന്റെ കാലത്ത്, ടിപ്പു സുൽത്താന്റെ കാലത്ത്. അതെ. ഈ സഹാബികൾ ഇവിടെ എത്തിയത് ആദ്യം, സഹാബികൾ ഇവിടെ അല്ല എത്തിയത്. സഹാബികൾ ആദ്യം എത്തിയത് കൊടുങ്ങല്ലൂര്. അല്ല, കൊടുങ്ങല്ലൂര് വന്ന് മാലിക് ദിനാർ സംഘവും സംഘമാണ് ആദ്യം അവിടെ ഇസ്ലാം പ്രചരണം. അവിടെയാണ് യുദ്ധമൊക്കെ നടന്ന അവിടെയാണ്. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് പോകും, അടി പിടിക്കും അല്ലേ? ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. കണ്ണൂർ അറക്കൽ ബി ഭരിക്കുന്ന കാലത്ത് ചേരാമൻ പെരുമാളല്ലേ? അതെ. അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടോ? അറിയാം. അയാളൊരു പായ കപ്പലിൽ ലോകം സഞ്ചരിച്ച് അയാൾ ആദ്യം വന്ന് കാലുകുത്തി അവിടെയാണ്. ആന്ധ്രത്തിലാ ബംഗാരം എന്ന് പറയും. ബംഗാര. അവിടെ അത് ബംഗാരമല്ല, വന്നകര. വന്നകര അതിന്റെ പേര് മലയാളത്തിലാണ്. ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി തിന്നു. ഇത് തിന്നകര. ഓ, ഇത് തിന്നകര അല്ല, തിന്നകര. അത് വന്നകര. അത് വന്നകര. അതിന് പേര് മാറ്റി. പിന്നെ ബംഗാരം തിന്നക്കരയായി. അത് പരിഷ്കരിച്ച പേരാണ്. അതാണ് സംഭവം അല്ലേ? അങ്ങനെ ആൾ താമസമായി. പിന്നെ ആൾ താമസമായി അങ്ങനല്ലേ, ആള് അപ്പണെ തന്നെ ഉണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ അറിയില്ലായിരുന്നു, ഏതാനും ചില മതസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതില്ല, അറിയില്ല. പിന്നെ അതിനുശേഷം ബ്രിട്ടീഷ് ഭരണം വന്നപ്പോൾ മക്കയിൽ നിന്ന് അള്ളാഹിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയും ഉബൈദുള്ള തങ്ങ എന്ന് പറയുന്ന ആള് അവിടെ നിന്നൊരു കപ്പൽ കയറി ഇവിടെ ലക്ഷദ്വീപിലേക്ക് വന്ന് ദീൻ നടത്താൻ വേണ്ടി വന്നതാണ്. ഇടയ്ക്ക് വച്ച് കപ്പൽ പൊളിഞ്ഞപ്പോൾ അയാൾ നീന്തിക്കര പറ്റിയത് അമ്മേനി ദ്വീപിലാണ്. അയാൾ നീന്തിക്കര പറ്റി. അവിടെ ഹമീദത്ത് എന്നൊരു പെണ്ണെ വിവാഹം കഴിച്ചു. അവിടെയാണ് ആദ്യം ദീൻ പ്രചരിപ്പിച്ചത്. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ അവരനുസരിച്ചില്ല. പിന്നെ അയാൾ നാട്ടിനൊരു ചവിട്ട് കൊടുത്തപ്പോൾ നാടിങ്ങനെ ചെരിയാൻ തുടങ്ങി. ഇന്നും ആ ചെരിഞ്ഞാണ് അവിടെ കിടക്കുന്നത്, കടലിലേക്കാണ് ചെരിയാൻ തുടങ്ങി. പിന്നെ പേടിച്ചിട്ട് എല്ലാവരും പിന്നെ ദീൻ വിശ്വസിച്ചു. ബാക്കിയുള്ള ഒരൊറ്റ ദ്വീപിലും ആരും അയാൾക്കെതിര് പറഞ്ഞില്ല. ബാക്കി എല്ലാ ദ്വീപിലും അനുസരണയോടെ ഇസ്ലാം മതം സ്വീകരിച്ചു. മുസ്ലിം അല്ലാതെ മറ്റൊരു മതസ്ഥരും ലക്ഷദ്വീപിലില്ല. കംപ്ലീറ്റ് ഫുൾ 100% മുസ്ലിംസാണ് ലക്ഷദ്വീപ്. മറ്റു ഉണ്ടാക്കി വെച്ച അവിടെ ഉണ്ട്. അങ്ങനെയാണ് പാമ്പും പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. പാമ്പും പള്ളി അത് ബ്രിട്ടീഷുകാർക്ക് അവർ വിഷം കൊടുത്തെന്നാ പറയുന്നത് ചരിത്രം. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഇതില്ലല്ലേ? ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെ ഇതാക്കിന. ബ്രിട്ടീഷുകാരാണ് ഞങ്ങൾക്ക് ഈ ഭൂമി ഭാഗിച്ചത്. ഭാഗം ഇത് അവരാണ്. അവർ വന്നതിന് ശേഷം ഈ സ്ഥലമല്ലേ ഞങ്ങളെ സ്വന്തമായിട്ട് ഭാഗിച്ചു തന്ന അവരാണ്. അത് അന്ന് അവർ എഴുതിയത് 5 വർഷത്തേക്ക് നിങ്ങൾ കൃഷി നടത്താനും 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തമാണെന്ന് പറഞ്ഞാണ് റെക്കോർഡ്. ആ റെക്കോർഡിന്റെ പുറത്താണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഉള്ളത്. അങ്ങനെയാണ്. പിന്നെ സർക്കാർ ഇവിടെ അന്ന് ഞങ്ങളുടെ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. ഇപ്പം കണ്ണൂർ ഭരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ തലസ്ഥാനം തിരുവനന്തപുരം. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് ഞങ്ങളുടെ തലസ്ഥാനം കവർത്തി ആയതും കവർത്തിയുടെ തലസ്ഥാനം ന്യൂഡൽഹി ആയതും പിന്നീടാണ്. ഇവിടെ നിങ്ങളെ കരയിൽ കോഴിക്കോട്ട് ലക്ഷ്യം വീട് എന്നൊരു സ്ഥലമല്ലേ, അതുപോലെ കുറെ വീടൊക്കെ കൂടിയുള്ളതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇവിടെ 30 ദ്വീപുണ്ട്. ദ്വീപിലാണ് താമസമുള്ളത്. ഈ 10 ദ്വീപും കൂടിയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഒരു മണ്ഡലമാണ് ഇവിടെ ഉള്ളത്. നിയോജക മണ്ഡലം ഒന്നാണുള്ളത്. ഒരു സ്ഥാനാർത്ഥി, MLA-യും MP-യും എല്ലാം ഒരാളാണ്. ഈ 10 ദ്വീപും കൂടി ഇപ്പോ 55,000 ആളെ ഉള്ളൂ ടോട്ടൽ. 1,00,000 ആൾക്കാർ തന്നെ ഇല്ല. അത് ചെറിയ കുട്ടികളൊക്കെ കൂട്ടിയാൽ ചിലപ്പോൾ ഉണ്ടാവും. വോട്ടവകാശമുള്ള ഒരു 85 അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ MLA-യും MP-യും ഒക്കെ MP ഒരാളാണ്, ഫൈസൽ മുത്തോൻ. ഫൈസലാണ് കഴിഞ്ഞ 10 കൊല്ലം. ഇപ്പൊ 4 പേര് മത്സര രംഗത്തുണ്ട്. അത് കണ്ടു. മറ്റന്നാള് അതിന്റെ ഭാഗ്യം ആർക്കാണെന്നുള്ളത്. മറ്റന്നാളെ ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ വോട്ടെടുപ്പ്.
അതെ ഇവിടെ 19-ാം തീയതി. 19-ാം തീയതി കോൺഗ്രസിന് ചാൻസ് ഉണ്ടോ? കോൺഗ്രസിനാണ് ഇവിടെ ചാൻസ് പ്രോഗ്രസ് ഉള്ളത്. അബ്ദുള്ള അല്ലേ? എന്നാൽ 10 വർഷം ആളെ വിട്ടു. ലക്ഷദ്വീപിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആൾ പറയുന്ന അവിടെ BJP ഭരിക്കുമ്പോൾ നമുക്കൊന്നും തരുന്നില്ല. പക്ഷെ അവിടെ ഒരു തെറ്റുണ്ട്. ഒരു MPക്ക് ഒരു വർഷം ഇത്ര പൈസ മാസം 5 കോടി ഉറുപ്പ്യ MP ഫണ്ട് ഉണ്ട്. 10 കൊല്ലത്തേക്ക് എത്രയായി? കുറേയായി. ആ പൈസ പണം ചിലവാക്കേണ്ട ഉത്തരവാദിത്തം അയാൾ ഒറ്റക്കാണ്. അപ്പൊ അയാൾക്ക് ഒഴിഞ്ഞു നിഗമനം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ 4 സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് BJP, ഒന്ന് NCP, ഒന്ന് ഒന്ന് കോൺഗ്രസ്. BJPക്ക് ഒരു യൂസുഫ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. മൈനോറിറ്റി മോർച്ചന്റെ അല്ല, ഡൽഹിയിൽ ബന്ധങ്ങളുണ്ടോ? അയാൾക്ക് അങ്ങനെ എനിക്കറിയില്ല. അയാൾ പക്ഷേ മർക്കസുകാരനാണ്. ഇവിടെ സമസ്തയും മർക്കസും രണ്ട് വിഭാഗമാണ്. അറിയാം. APEക്കാൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇവിടെ പ്രശ്നമൊക്കെ കൂടി വന്നത്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു വിഭാഗിത ഉണ്ടായത്. ഈ മറ്റേ ശംസുലമാക്കി അത് ആദ്യം സമസ്ത ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലം വരെ. അതെ. പിന്നെ ഇടയ്ക്ക് വെച്ചാണ് കാന്തപുരം 6 പേരുമായിട്ട് പുറപ്പെട്ടു. അയാൾക്ക് സെക്രട്ടറി സ്ഥാനം വേണമെന്ന്. അതാണ് ശംസുലമ ഉള്ള സ്ഥിതിക്ക് അയാൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 40 അംഗ മുഷാവറ അംഗത്തിൽ നിന്ന് അവർ 6 പേര് പുറത്തുപോയി. എന്നിട്ട് അവർ പോയി കാരന്തൂരിൽ കൊണ്ടുപോയി സുന്നി മർക്കസ് തുടങ്ങി. സമസ്തയുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡ്. അങ്ങനെ അന്ന് തൊട്ട് അവർ വേറെ ഇവർ വേറെ. അതെ. ശംസുലുലമന്റെ വിഭാഗം വേറെ, കാന്തപുരത്തിന്റെ വിഭാഗം വേറെ. അത് വരക്കൽ മുല്ലക്ക തങ്ങളിലൂടെ വന്നതാണ്. അത് അള്ളാന്റെ റസൂലിന്റെ കാൽപാദത്തിലുള്ള ആൾക്കാരാണ് അവിടെ. അന്ന് എല്ലാവരും അങ്ങനെയായിരുന്നു. ഇത് പിന്നെ അയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. അയാളൊരു 6 പേരെ കൂട്ടി അയാൾ പുറപ്പെട്ടു. 40 അംഗം മുഷാവറ അംഗത്തിൽ നിന്ന്. അന്ന് തൊട്ടാണ്. അതിപ്പോൾ ഈ അടുത്ത കാലത്താണ് കുറെ കൊല്ലം അങ്ങനെയാണ് ആളുണ്ട്. ഇതാണ് ബംഗാര ഐലൻഡ്. ലക്ഷദ്വീപ് ഗവൺമെന്റിന്റെ ടൂറിസം പാക്കേജ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പ്രൈവറ്റ് ഐലൻഡ്. ഇവിടെ നമ്മൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണ്. ഇവിടെ നരേന്ദ്രമോദി വന്നത് ജനുവരി 1-ന്. അതേപോലത്തെ ഒരു ഫോട്ടോ വരുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഫോളോ ചെയ്താൽ മതി. നീര കുടിക്കാൻ ഇർഫാൻ എന്താ പറയാനുണ്ട്? നീര കുടിച്ച് നല്ല ടേസ്റ്റ് ആണ്. മത്തുവാണ്. ഐ ലവ് ഭാരതിന്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്ന നീ. അടിപൊളി പ്രോപ്പർട്ടീസ് ആണ്. അത് നല്ല കരിക്ക് കുടിച്ചാലും മാറും. അത് ആരെയില്ലടാ കോള് വരുന്നത്. അതാ ഈ സാധനം. ഒരു കുപ്പി എടുക്കാൻ പറയുമ്പോ പൈസ കൊടുക്കാം. കുടിക്കാൻ കയ്യില മുത്തേ, സത്യം കയ്യില. ഞാൻ കുടിച്ചിന്. അത് എല്ലാവർക്കും ഇട്ട് കൊടുക്കട്ടെ. അടിപൊളി എങ്ങനെയുണ്ട്?